ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക. ഭൂമിക്ക് അടിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കുന്ന ബങ്കർ ബസ്റ്റർ വീണ്ടും US ഇറാന് നേരെ പ്രയോഗിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാനിലെ US ബങ്കർ ബസ്റ്റർ ആക്രമണം വലിയ ആഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ US ഉപയോഗിച്ച JBU-72 MOP അതാകട്ടെ ആ ബോംബുകളുടെ പ്രത്യേകത അതെന്താണ് എന്നതാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം തിരയുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള ആദ്യഘട്ട നീക്കമെന്ന നിലയിലാണ് ഇത്തരത്തിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ഇത്തരമൊരു ശക്തമായ വ്യോമാക്രമണം നടത്തിയതെന്നും വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെ നശിപ്പിക്കാനാണ് US ഈ സൈനിക നീക്കം നടത്തിയതെന്നും അതിനവർ ഉപയോഗിച്ചതാകട്ടെ ഈ ഇത്തരത്തിൽ മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ആണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഭൂമിക്ക് അടിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഭൂഗർഭ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് ഈ അത്യാധുനിക ബോംബുകൾ ഉപയോഗിക്കുന്നത്. ഒരു വർഷത്തിനിടെ തന്നെ ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ അമേരിക്ക ഇറാന് നേരെ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതും. ഏകദേശം 13,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഗ്രനേഡ് ബോംബാണ് ഇവ. ഭൂമിക്കടിയിലുള്ള ശത്രു താവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ കട്ടിയേറിയ സ്റ്റീൽ ആവരണം കാരണം തന്നെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ പാറക്കെട്ടുകളിലേക്ക് അതിനിടയിലൂടെ തന്നെ 200 അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ ഇവയ്ക്ക് സാധിക്കും. ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലബോറട്ടറികളും ബങ്കറുകളും തകർക്കാൻ മറ്റ് ആയുധങ്ങളെക്കാൾ കൃത്യതയേറിയ അല്ലെങ്കിൽ അതിന് ശേഷിയുള്ളവയാണ് ഇവ. ഇതിൻ്റെ സ്ഫോടക വസ്തുക്കളുടെ അളവും പ്രഹരശേഷിയും വളരെ വലുതാണ്. തുളച്ചു കയറിയ ശേഷം മാത്രമേ ഇത് സ്ഫോടനം നടത്തുകയുള്ളൂ. സാധാരണയായി തന്നെ US വ്യോമസേനയുടെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളിൽ അവിടെ നിന്നാണ് ഈ ബോംബർ വർഷിക്കുന്നത്. എത്ര വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതിലല്ല, ബങ്കർ ബസ്റ്ററിനെ അപകടകരമാക്കുന്നത് മറ്റു തരത്തിലാണ്. മറ്റു ബോംബുകൾക്ക് എത്താൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ തുളച്ചു കയറിക്കൊണ്ട് സ്ഫോടനം നടത്തുന്നു എന്നതാണ് ഇതിലെ പ്രത്യേകത. ചിലതിൽ മൈക്രോഫോണുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം ഇത് പൊട്ടിത്തെറിക്കുന്നു എന്നതാണ് വാസ്തവം. ഇറാനെതിരെ ഉപയോഗിച്ചത് JBU-72 ന്യൂ ജനറേഷൻ പെനട്രേറ്റർ ബോംബുകളാണ്. ഓരോന്നിനും ഏകദേശം $2,88,000 US ചിലവിട്ടതായി തന്നെ വ്യക്തമാക്കുന്നു. ഇത് B-2 ബോംബറുകൾക്കും അതേപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾക്കും കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. ശക്തമായ കോൺക്രീറ്റ് കവചങ്ങളെ മറികടന്നുകൊണ്ട് തുളഞ്ഞിറങ്ങി ടണലുകൾക്കുള്ളിലേക്കും ബങ്കറുകൾക്കുള്ളിലേക്കും തന്ത്രപ്രധാനമായ ഭൂഗർഭ താവളങ്ങളും കേന്ദ്രങ്ങളും ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ ബോംബുകൾ അവിടെ പ്രയോഗിക്കുക അതിൽ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബോംബർ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ഏകദേശം 2,268 കിലോഗ്രാം ഭാരം JBU-72 ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഇത് പ്രയോഗിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന JBU-57A എന്ന ബോംബാണ് US ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് ഇവയെന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇറാന്റെ ഫോർദോ ആണവ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന് നേരെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചാണ് ഇവ വർഷിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്ന JBU-28 അപേക്ഷിച്ച് JBU-72 വളരെ മാരകമായ പ്രതിരോധ ശേഷി ഉണ്ടെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. കഠിനമായതും വളരെ ആഴത്തിൽ നിലകൊള്ളുന്നതുമായ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.